വന്നത് എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഖുർആനിന്റെ വെളിച്ചം അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. രോഗികളുടെ രോഗങ്ങളെല്ലാം നീക്കി അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. ശിഫയും സലാമത്തും നൽകട്ടെ. സമ്പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം وما كنت متخذ المضلين عضدا ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا صدق الله العلي العظيم. ഏകദേശം പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ മധ്യഭാഗത്തുള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. അല്ലാഹു പറയാണ്, മാ അശ്ഹദ്തുഹും, ഈ മനുഷ്യന്മാരെ ഒന്നും നാം സാക്ഷിയാക്കിയിട്ടില്ലല്ലോ. ഈ ആകാശഭൂമികൾ എങ്ങനെയാണ് സൃഷ്ടിച്ചു എന്നതിന് ഞാൻ മനുഷ്യന്മാരെ സാക്ഷിയാക്കിയിട്ടില്ലല്ലോ. ആ മനുഷ്യന്മാരെ തന്നെ, അവരെ തന്നെ എങ്ങനെ സൃഷ്ടിച്ചു എന്നതിനും ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ലല്ലോ. അത്ഭുതം തോന്നുന്ന രണ്ടായത്തുകൾ. ഇന്ന് ദൈവനിഷേധികൾ, ഇസ്ലാമിൽ നിന്ന് മാറിപ്പോകുന്നവർ, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, സയൻസ് മാത്രമാണ് ശരിയെന്ന് പറയുന്നവരൊക്കെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രണ്ട് വാദങ്ങൾ. ഒന്ന് നമുക്കറിയാം, ബിഗ് ബാങ് തിയറി. ഈ ലോകം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ്. അതിന്റെ മുമ്പൊന്നുമില്ല. അത് അപ്രതീക്ഷിതമായി സംഭവിച്ചു. അതാര് സംഭവിച്ചു, അതിന്റെ പിന്നിൽ ആര്, ഇതവര് പറയൂല. ബിഗ് ബാങ് തിയറി. മറ്റൊന്ന് അതാണ് ഇവരിങ്ങനെ അങ്ങനെ ആരുമില്ലാതുണ്ടായതാന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കുമ്പോ മനുഷ്യനെ ഞാൻ സാക്ഷിയാക്കിയിട്ടില്ലല്ലോ. അതിനോട് ചേർന്ന് അതുപോലെ മറ്റൊന്നാണ് ഇവല്യൂഷൻ തിയറി, ഡാർവിനിസം. മനുഷ്യൻ മറ്റേതോ ജന്തുക്കളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ്. ഇത് രണ്ടിനെയും ഒരേ ഭാഗത്ത് കൊണ്ടുവന്ന് അല്ലാഹു വെക്കാണ്. ഇങ്ങനൊക്കെ ഇന്നും വർഷങ്ങളായി എന്നും ദൈവനിഷേധികളുടെ വലിയ രണ്ട് വാദങ്ങളാണ്. ആ വാദങ്ങളെയാണ് 1400 വർഷം മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിഷേധിക്കുന്നത്. മനുഷ്യൻ അങ്ങനെ പരിണമിച്ചതാണെന്ന്. മാറ്റവും ചെറിയ ചേഞ്ചൊക്കെ മനുഷ്യന് കുലത്തിലൊക്കെ വരും. പക്ഷേ ഈ ഡാർവിൻ പറയുന്നത് പോലെ മറ്റു ചില ജന്തുക്കൾ മാറിയുണ്ടായി. മറ്റു ജന്തുക്കളെ പോലെ ഒരു വർഗം തന്നെയാണ് മനുഷ്യർ. ഇതൊക്കെ നിങ്ങൾ പറയാൻ, നിങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മൾ നിങ്ങളെ സാക്ഷിയാക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് മുത്തുനബിയോട് അല്ലാഹു പറയാണ്, വമാ കുന്തു മുത്തഖിദൽ മുളിലീന അളുതാ. വമാ കുന്തു,
ഞാനല്ല മുത്തഹിദൽ മുദല്ലീന വഴിപിഴച്ചവർക്ക് സഹായിയാകുന്നതല്ല. ലോകത്തെന്തെങ്കിലും പൊട്ടത്തരമുള്ള സിദ്ധാന്തങ്ങൾ പറഞ്ഞാൽ അതിന് ഞാൻ സാക്ഷിയല്ലെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് നമുക്ക് വിശദീകരിക്കണം. അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് ശേഷം ഓതിയ 2-3 ആയത്തുകൾ പെട്ടെന്നർത്ഥം പറയാം. ഭയവുമ ഒരു ദിവസം നിങ്ങൾ ഓർത്തുകൊള്ളണേ. ഏതാണ് ആ ദിവസം? യഖൂലു അന്ന് പറയും, നാദൂഹു വിളിച്ചോളി, ശുറകാഇയല്ലദീന സഅംതും നിങ്ങൾ എനിക്കൊരുപാട് പങ്കുകാരുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരുപാട് വിഗ്രഹങ്ങൾ ദൈവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരൊക്കെ വിളിച്ചോളി എന്ന് അള്ളാഹു പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം ഫദഔഹും അവർ വിളിച്ചു നോക്കും. ഫലം യസ്തജീബൂ ലഹും അവർക്കൊരു ഉത്തരവും ലഭ്യമാകുന്നതല്ല. വജഅൽനാ ബൈനഹും മൗബിഖാ അവർക്കിടയിൽ നാം അപകട സ്ഥലത്ത് വെച്ചിരിക്കുന്നു. വറഅൽ മുജ്രിമൂൻ തെറ്റ് ചെയ്യുന്നവർ കാണുന്ന നേരം അന്നാറ നരകത്തെ കാണുമ്പോ ഫളന്നു അവരങ്ങ് ഉറപ്പിക്കും അന്നഹും മുവാഖിഊഹാ ഞങ്ങൾ ഈ നരകത്തിൽ കടക്കുകയാണെന്ന് അവർ ഉറപ്പിക്കുകയും വലം യജിദൂ അൻഹാ മസ്രിഫാ ആ നരകത്തെ തൊട്ട് മാറാൻ അവർക്കൊരു സ്ഥലവും ലഭ്യമല്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, വലഖദ് സൗറഫ്നാ ഫീ ഹാദൽ ഖുർആൻ ലിന്നാസി മിൻ കുല്ലി മസൽ മനുഷ്യർക്ക് വേണ്ട എല്ലാ ഉപമകളും ഞാൻ ഈ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, പരിശുദ്ധമായ ഖുർആൻ എല്ലാം നമുക്ക് അല്ലാഹു പറഞ്ഞു തന്നു. വലഖദ് സറഫ്നാ തീർച്ചയായും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഫീ ഹാദൽ ഖുർആൻ ഈ പരിശുദ്ധമായ ഖുർആനിൽ ലിന്നാസ് മനുഷ്യർക്ക് മിൻ കുല്ലി മസൽ എല്ലാ ഉപമകളും. എന്താ ഉപമ? ഖുർആൻ എപ്പോഴും ഒരു വിഷയം പറയുമ്പോൾ അധിക ഭാഗത്തും ഒരു ഉപമ, ഒരു എക്സാമ്പിൾ കൊണ്ടുവരും. അതെന്തിനാ? ഉപമ പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് തിരിയും. എല്ലാം നിങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ ഉപമകളിലായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നറിയോ? വല്ലാത്തൊരു പ്രശ്നം. അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹു ഒരുവനെയാണ്. എല്ലാം ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, പ്രപഞ്ചത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ പ്രശ്നം ഖുർആൻ പറയാണ്, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. വകാനൽ ഇൻസാൻ ഈ പ്രപഞ്ചത്തെ നോക്കി, ഈ വിശ്വത്തെ നോക്കി, ലോകത്തിന്റെ സൃഷ്ടിപ്പ് നോക്കി, പ്രപഞ്ച ഘടന നോക്കി, ശരീരഘടനക്ക് നോക്കുമ്പോ അല്ലാഹു ഉണ്ടെന്നും അവൻ ഒരുവനാണെന്നൊക്കെ സുഖസുന്ദരായി ബോധ്യപ്പെടും. പക്ഷെ പ്രശ്നം എന്താണ്? വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ മനുഷ്യനെ അക്സറ ശൈഇ ഒരു വസ്തുവല്ലാതെ കൂടിപ്പോയി. അതാ മനുഷ്യന്റെ പ്രശ്നം. ഒരു വസ്തു. ഖുർആൻ കൊണ്ടുവരുന്നൊരു സ്റ്റൈല് നോക്കണം. വകാനൽ ഇൻസാൻ മനുഷ്യനായിരിക്കുന്നു അക്സറ ശൈഇൻ ഏതോ ഒരു വസ്തു ഏറ്റവും കൂടിയവനായി പോയിട്ടുണ്ട്. അപ്പൊ ആകാംക്ഷ ഏതായിരിക്കും അത്? ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഭൂമിയും വിശ്വവും ഖുർആനും സത്യവും സത്യത്തിലേക്ക് നയിക്കുന്ന സിദ്ധാന്തങ്ങളും എല്ലാം ഉണ്ടായിട്ടും മനുഷ്യനോട് മാറുന്നില്ലല്ലോ. മനുഷ്യൻ ഒരു സംഗതി കൂടി പോയി. ഖുർആൻ ഇങ്ങനെ നമ്മെ ത്രസിപ്പിച്ചു. എന്തായിരിക്കും അത്? എന്നിട്ട് അതിനൊരു തംബീസ്, അതിനെ വേർതിരിച്ചു പറയാണ്. മനുഷ്യന് കൂടിയത് ജദല തർക്കമാണ്, തർക്കമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ. ഈ തർക്കം കൂടിയപ്പോ മനുഷ്യന് സംഗതി
അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ പരസ്പരം തർക്കിക്കരുത്, തർക്കിച്ചാൽ നിങ്ങൾ തോറ്റുപോകും, നിങ്ങളെ കാറ്റുപോയി പോകും. അല്ലെങ്കിലും ഇത് തർക്കിക്കേണ്ട അവസ്ഥ വന്നാൽ പോലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് ഉൾക്കാമ്പ് വരാത്തത്. ഈ ജദലാണ്, തർക്കമാണ് ഇത് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്നല്ല, ആലോചിച്ച് ഈ ആകാശവും ഈ ഭൂമിയും ഈ പ്രപഞ്ചത്തിന്റെ ഭൗമ മഹാത്ഭുതങ്ങളൊക്കെ അല്ലാഹു പഠിച്ചു. അതിനൊക്കെ തിരിയേണ്ട ഒരു ബോധമുണ്ട്. ആഖിറമാണ് വലുത്. അല്ലാഹുണ്ടേ, അവൻ ഏകനാണ്, അവൻ ആരാധിക്കണേ. ഇങ്ങനെ കുറെ ബോധങ്ങൾ വരണം. പക്ഷെ ഇതൊന്നും ഈ ബോധമൊന്നും വരാത്തതിന്റെ പിന്നിലുള്ള വലിയ ബുദ്ധിമുട്ട് ഖുർആൻ പറഞ്ഞു ജദല, തർക്കമാണ്. നിങ്ങൾ ആലോചിച്ചോക്കി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തർക്കിക്കേണ്ട അവസ്ഥ വന്നാലോ പഠിച്ചോനെ, അഹ്സൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അഹ്സൻ ഏറ്റവും നല്ലത്. ഒരാള് എന്നെ ഇങ്ങോട്ട് പോട പഴയാന്ന് വിളിച്ചു, എന്നാ വേണമെങ്കിൽ അവനോട് എന്ത് പറയാം? പോട പഴയാന്ന് അങ്ങോട്ട് പറയാം. അതെന്നെ ബാലൻസേ ആവുള്ളൂ. എന്നാൽ അഹ്സൻ എന്ന് പറഞ്ഞ അതല്ല, ഇങ്ങോട്ട് പഴയാന്ന് വിളിച്ചാലും അങ്ങോട്ട് മുത്തേന്ന് വിളിക്കണം. അതാണ് അഹ്സൻ, സൂപ്പർലറ്റീവ്, ഏറ്റവും നല്ല രൂപത്തിൽ തർക്കിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത് പോയി. അതുകൊണ്ടാണ് നമ്മളൊരു ഹദീസ് മുമ്പ് ഒരു വലിയ പണ്ഡിത വചനം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ, അല്ലാഹു ഒരു ഖൗമിനെ കൊണ്ട് ഉദ്ദേശിച്ചാൽ ശർറൻ, ആ ഖൗം കേടുവരണം, ആ നാട്ടുകാർ കേടുവരണം, ആ സമുദായം കേടുവരണം, ആ ജില്ല തന്നെ കേടുവരണം. അല്ലാഹ് അങ്ങനെ നിയത്തുണ്ടെങ്കിൽ, അല്ലാഹ് അങ്ങനെ ഉദ്ദേശിച്ചാൽ അവരിൽ തർക്കുണ്ടാക്കും. തർക്കിക്കുന്ന ഖൗമിന് മഅരിഫത്തിന്റെ പരമാനന്ദം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാനെ അറിഞ്ഞു, അള്ളാനെ മനസ്സിലാക്കി, അള്ളാനെ തിരിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ എന്താ പറഞ്ഞോളി, എനിക്കും എന്റെ അള്ളി മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ അറിയുന്നവർക്ക് തർക്കിക്കാൻ സാധിക്കൂല. ഇങ്ങനെ പോവാണ്, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. നബി തങ്ങളോട് സലാം പറയണത് അസ്സലാമു, ജൂതനൊരു പണി കൊടുത്തതാ അസ്സാമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലൈക്കും, അങ്ങണ്ട് എന്താ തന്നാ അങ്ങോട്ട് കിടന്നോട്ടെ ഒറ്റപ്പോക്ക്. ആയിഷ ബീവി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹ, വഅലൈക്കൽ ലഅന, നബിൽ ശാപണ്ടാവട്ടെ, ജിന്റെ ഹബീബിനെ പറ്റിക്കുകയാണോ? റസൂൽ പറഞ്ഞു അങ്ങനെ പറയരുത്. ആയിഷ ചോദിച്ചു, എന്താ പറഞ്ഞു നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, അസ്സാമു എന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, അത് പറഞ്ഞാ മതി. അസ്സലാമു അലൈക്കും, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഈ ജദൽ, ഈ തർക്കം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തർക്കം, അത് വാഗ്വാദങ്ങൾ, അതിന്ന് നമ്മളെ വല്ലാതെ കേടുവരുത്തി. അതുകൊണ്ട് ഈ പ്രപഞ്ചം കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സൗകുമാര്യത ഉണ്ട്, അത് നമുക്ക് മനസ്സിലാവണില്ല, അത് നമുക്ക് തിരിയണില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എത്ര മഹാന്മാരാണ് ഈ പ്രപഞ്ചവും. അവര് കടല് കാണാൻ പോകും, പ്രപഞ്ചത്തിന്റെ ഭംഗി കാണാൻ പോകും, എന്നിട്ട് അത് കണ്ട് ആസ്വദിച്ച് അല്ലാഹുവിനെ അങ്ങനെ മനസ്സിലാക്കുമ്പോ ഒന്നും പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആളുകൾക്കിടയിൽ വെച്ച് നുബുവത്ത് തുടങ്ങാണ്. അപ്പയാണ് അബൂലഹബ് പറഞ്ഞത്, മുത്തുനബിയോടാണ് പറഞ്ഞു. നബിതങ്ങൾ മുടാതിരുന്നു. കൂടെ കഴിയണത് നബിതങ്ങൾക്ക് എന്തെല്ലാം പറയും. ഹബീബിനെ കേൾക്കുന്നവരവിടെ ഇല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നവരവിടെ ഇല്ലേ? അങ്ങോട്ട് തിരിച്ച് തർക്കിച്ചൂടായിരുന്നോ? റസൂലുള്ളാഹിക്ക് 40 വർഷം മുറാഖബയിരുന്ന് അള്ളാഹുവിന്റെ പ്രപഞ്ചങ്ങൾ കണ്ട് ആ സന്തോഷം കിട്ടിയിരുന്നു. പ്രപഞ്ചത്തിന്റെ ഭംഗി, ആത്മജ്ഞാനത്തിന്റെ ആസ്വാദനം. അവർക്ക് ജദലിന്റെ ആവശ്യമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഈ ജദൽ തന്നെ ചില സമയത്ത് ചില ജദലൊക്കെ ആവശ്യമുണ്ടാകും, ചില മറുപടി. അത് ഖുർആൻ പറഞ്ഞത് വജാദിൽഹും ബില്ലതി അഹ്സൻ, നിങ്ങളുടെ തർക്കാവരുത്, ഏറ്റവും നല്ല രൂപത്തിൽ റീപ്ലൈ കൊടുക്കാം. ആലോചിച്ച് നോക്കി. അല്ലെങ്കിലും ഈ തർക്കത്തിലൊക്കെ ഒരു പ്രസക്തിയുള്ളത് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിനെ ഏറ്റവും സുന്ദരമായി വിശദീകരിച്ച ഭാഗമാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എത്ര മനോഹരം! അള്ളാഹുവിന്റെ കുദ്റത്തും അള്ളാഹുവിന്റെ കഴിവുകളും പടച്ചോൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ സാമ്പിളാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അള്ളാഹു മാത്രമാണ് ശരിയെന്നുള്ള തീവ്രമായ ചിന്ത വരും. അതല്ലാത്തതിനെയൊക്കെ നമുക്ക് തെറ്റാണെന്നും പുച്ഛമാണെന്നും തോന്നും. പക്ഷേ ആയത്തുൽ കുർസിയിലൂടെ അള്ളാഹുവിനെ പ്രസ്പഷ്ടമായി വിശദീകരിച്ച് പിന്നെ അല്ലാഹു പറയാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. അള്ളാഹ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ബോധ്യപ്പെട്ടാലും നിങ്ങൾക്ക് ആ ബോധ്യപ്പെട്ടതിൽ തീവ്രവാദം വേണ്ടതില്ല. അങ്ങനെ പറഞ്ഞുകൊടുക്കുക, സ്വീകരിക്കണോണ്ട് ഉൾക്കൊള്ളുക, അല്ലാത്തൊരു തൊട്ടും മാറുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ അത് തർക്കമാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അത്ഭുതമാണ്! ഹുദൈബിയ സന്ധി നടക്കുമ്പോ മുത്തുനബി ആ ലെറ്ററിന്റെ മുകളിൽ എഴുതി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ട സത്യമല്ലത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതന്മാര് പറഞ്ഞത് പറ്റൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുബ്നു അബ്ദില്ലാഹ് എന്ന് എഴുതണം. റസൂലുള്ളാഹ് വെട്ടി അബ്ദുല്ലാഹ് ഇബ്നു അബ്ദില്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം എന്താ? മതങ്ങൾ എന്താ ചോദിച്ചത്? അല്ല, നിങ്ങൾ റസൂൽ തന്നെയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ റസൂൽ അങ്ങനെ ചോദിക്കൂ. ചില മസ്ലഹത്തും ചില സുലുഹുകളൊക്കെ അല്ല, നിങ്ങൾ റസൂൽ തന്നെയല്ലേ? മുത്തുനബിയോടാ ചോദിക്കണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കും ഈ സത്യം മനസ്സിലാക്കിയപ്പോഴും അതിൽ തർക്കിക്കാൻ ഞാനില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ തുടങ്ങി വെച്ചത് സൃഷ്ടിപ്പിനെ പറ്റി പറയുന്ന ആയത്താണ്. എന്നാൽ നമ്മൾ അവസാനിപ്പിക്കുന്നത് ജദലിനെ പറ്റി പറയുന്ന ആയത്താണ്. ഈ സൃഷ്ടിപ്പിലൂടെ, ഈ ഭൗമ അത്ഭുതങ്ങളിലൂടെ, പ്രപഞ്ച മഹാവിസ്മയങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു മഹാ ആനന്ദമുണ്ട്. അത് കിട്ടാത്തതിന്റെ കാരണം ജദലാണ്, തർക്കമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കഹ്ഫിന്റെ ഈ മധ്യ ആയത്തിലൂടെ അള്ളാഹു രണ്ട് വിഷയങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഒന്ന്, ഈ ഭൂമി എങ്ങനെ സൃഷ്ടിച്ചത്. അത് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ സൂറത്തുൽ അംബിയായിൽ, അവലം യറല്ലദീന കഫറൂ, കാഫിരീങ്ങൾ കാണുന്നില്ലേ, അന്നസ്സമാവാതി വൽ അർള കാനത് സാറത്ഖാ, ഈ ആകാശവും ഭൂമിയും ഒട്ടിപ്പിടിച്ചതായിരുന്നു. ബിഗ് ബാങ് ഒക്കെ പറയുന്നതിന്റെ എത്രയോ മുമ്പ് ഖുർആനിലുള്ളതാണത്. എന്നിട്ടുള്ള പറയാണ് ഫഫതഖ്നാഹുമാ, നമ്മളതിനെ പിളർത്തി, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഅ, എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ നിന്ന് പടച്ചു. കുല്ല ശൈഇൻ ഹൈ അഫലാ യുമിനൂൻ, അവര് വിശ്വസിക്കുന്നില്ലേ? അപ്പൊ ഈ ശാസ്ത്രം കൊട്ടിയാഘോഷിക്കുന്ന ഭൂമി ഒട്ടിപ്പിടിച്ചതാണ്, ഭൂമിയും ആകാശവും, പിന്നെ അത് പൊട്ടിത്തെറിച്ചതാണ്, അതിലേക്കുള്ള സൂചനയൊക്കെ ഇബ്നു അബ്ബാസങ്ങൾ എത്രയോ കാലം മുമ്പ് എഴുതി വെച്ചില്ലേ? ആകാശവും ഭൂമിയും പരസ്പരം ചേർന്നതായിരുന്നു. ഒട്ടിപ്പിടിച്ചതായിരുന്നു. പിന്നെ ഒന്ന് മറ്റൊന്നിനെ തൊട്ട് വേർപിരിപ്പിച്ചതാണ്. നമ്മളും അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ ചോദ്യം,
അങ്ങനെ പൊട്ടിത്തെറിച്ചതാണെങ്കിൽ, അങ്ങനെ വേർപിരിച്ചതാണെങ്കിൽ അത് ഖുർആനും സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ വേർപിരിച്ച ഫാസിൽ ആരാണ്? അല്ലാഹ്. അത് ഒറ്റടി കണ്ട് പൊട്ടിയതാന്ന് പറയരുത്. അത് ഒറ്റ ഖുർആൻ ഇവരൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹ് പറഞ്ഞു, ഈ ഒട്ടിപ്പിടിച്ചതിനെ വേർപ്പെടുത്തിയത് നമ്മളാണ്. ആ ബോധമാണ് വിശ്വാസിക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പടച്ചോൻ തന്നെ പറഞ്ഞില്ലേ, കുന്തു ഞാനായിരുന്നു കൻസം മഖ്ഫിയ, ഒരു ഒളിഞ്ഞ, ഒരു മറഞ്ഞു നിൽക്കുന്ന നിധിയായിരുന്നു. ഞാനൊരു മറഞ്ഞ നിധിയായിരുന്നു. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ അറിയപ്പെടാൻ. അങ്ങനെയാണ് അല്ലാഹു ഈ ലോകവും ഈ പ്രപഞ്ചവും അതിലൂടെ അള്ളാനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കണതിനപ്പുറം അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ആലമിലൂടെ, ഈ പ്രപഞ്ചത്തിലൂടെ അള്ളാനെ കണ്ട് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഖുർആൻ പറഞ്ഞില്ലേ, സനുരീഹിം, നാം അവർക്ക് കാണിച്ചു കൊടുക്കും, ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖി, ഈ പ്രപഞ്ചം ഇങ്ങനെ നോക്കിയാൽ തന്നെ ഞാനുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി അങ്ങോട്ടൊന്നും നോക്കണ്ട. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ, നിങ്ങളുടെ ശരീരഘടന, നിങ്ങളുടെ ബയോളജി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് ബോധ്യപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അദ്ദേഹം അറിയപ്പെട്ട നിരീശ്വരവാദി ഒന്നുമല്ല, പക്ഷെ ഇങ്ങനെ അള്ളാഹിനെ ധിക്കരിച്ച് എന്താ അള്ളാന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ആളാ. വയറിനൊരു വേദന ഉണ്ടെന്നു, എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല. അദ്ദേഹത്തിന്റെ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പറയാണ്, അള്ളാഹ്ക്കല്ലാതെ മാറ്റാൻ കഴിയൂലല്ലോ. ഡോക്ടർമാരൊക്കെ തോറ്റപ്പോ അയാൾക്ക് ബോധ്യപ്പെട്ടു, അയാളെ ശരീരം പഠിപ്പിച്ചു അല്ലാഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്, ഒരു സൃഷ്ടാവ്. അത് ബോധ്യപ്പെട്ടാലോ നമ്മൾ എത്തേണ്ടത് അല്ലാഹു ഏകനാണ്. അവനൊരു ദൈവമുണ്ടെങ്കിൽ, അവൻ ഏകനാണ്. രണ്ടെണ്ണമുണ്ടെങ്കിൽ ഈ ലോകം നശിച്ചു പോകും. രണ്ട് ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉസ്താമാര് മന്ദിയൊക്കെ ഓതുമ്പോ, ഷറൗലൊക്കെ ഓതുമ്പോ പറയും, ഒരു ദൈവം മഴ പെയ്യിപ്പിക്കാനും മറ്റേ ദൈവം മഴ പെയ്യിപ്പിക്കാതിരിക്കാനും ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആൻ നമ്മുടെ ധിക്കാരത്തെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളാണോ ഈ ആകാശാണോ വലുത് എന്ന് ചോദിക്കുക. ഈ ആകാശം പനാഹ, അതിന് മുഴുവൻ പടച്ച അള്ളാഹുണ്ടോ? അപ്പൊ നിങ്ങളെ പടക്കാൻ വലിയ പണി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സൂര്യൻ നിൽക്കുന്ന അതിന്റെ പൊസിഷനിൽ നിന്ന് ഒരല്പം താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കരിഞ്ഞു പോകുമെന്ന് ശാസ്ത്രമാണ് വിലയിരുത്തിയത്. അതാ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയത് അള്ളാഹുവാണ്. ചിന്തിക്കണം. ആലോചിച്ചു നോക്കൂ, ഇന്ന് 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 8 മണി, 9 മണിയായി, സൂര്യൻ ഉദിച്ചില്ല. കൂരിട്ട നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആരോട് സമരം നടത്തും? നമ്മൾ എന്ത് ചെയ്യും? എന്ത് പരിഹാരം ഉണ്ടായിരിക്കും നമുക്ക്? അല്ലാഹു എല്ലാം നിയന്ത്രിക്കുകയാണ്. അല്ലാഹു എല്ലാം ബോധ്യപ്പെടുത്താണ്. അല്ലാഹ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്. നാമൊക്കെ അവനെ ആശ്രയിക്കുന്നു. അവനാണെങ്കിൽ നമ്മയെയും ആശ്രയിക്കുന്നില്ല. അതാണ് സമദ്. ലം യലിദ് വലം യൂലദ്. അവനാരെയും പ്രസവിച്ചിട്ടില്ല, ആർക്കും പ്രസവിക്കപ്പെട്ടതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനക്ക് തുല്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അള്ളാന്റെ ഈ പ്രപഞ്ചവും ഈ സൃഷ്ടിപ്പൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നുബുവത്ത് എന്ന ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ എന്റെ പണി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കലായിരിക്കും. വലിയൊരു നന്മയും വലിയൊരു പുണ്യവുമാണത്.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ലാ തുഫക്കിറു ഫില്ലാ, നിങ്ങൾ അല്ലാഹനെ എങ്ങനെ ചിന്തിക്കണ്ട. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോലം എന്തായിരിക്കും, അല്ലാഹ് ഇപ്പൊ എവിടെ ഇരിക്കണം, ഇത് ചിന്തിക്കുക. ഇത് നമ്മുടെ ചിന്തക്കും ബിയോണ്ട് അപ്പുറമാണ് നമ്മുടെ ചിന്ത. നമ്മളെ പണി എന്താണ്? അള്ളാന്റെ സൃഷ്ടിപ്പുകളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ആലോചിച്ചു, ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു, ഫിന്നദരി ഇല സമാഇ അശ്റത്തു ഫവായിദ. ഗസാലി തങ്ങൾ പറയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നോളി, അതിൽ 10 ഗുണങ്ങളുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ പുണ്യാണ്. ഈ മൊബൈൽ ഇങ്ങനെ തിന്ന് ജീവിക്കല്ല. ഈ അള്ളാന്റെ ആകാശത്തേക്കൊന്ന് നോക്കുക, പടച്ചോന്റെ പ്രപഞ്ചത്തിലേക്ക്. നമ്മുടെതാ ഈ റൂമിൽ ഇവിടെ ഇരുന്നാൽ എത്ര സുഖമായിട്ട് ആകാശം കാണും. നമ്മുടെ ചെയറിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പുറത്തു പോയിട്ടോ ആകാശത്തിലേക്കൊന്ന് അങ്ങനെ നോക്കി നിൽക്കാം. സുബ്ഹാനല്ലാഹ്, 10 പുണ്യം. ഹുജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തെളിവെന്ന സ്ഥാനപ്പേര് കിട്ടിയ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യയിൽ ചേർത്ത് വെക്കുകയാണ്. ആകാശത്തേക്ക് നോക്കിയാൽ 10 പുണ്യമാണ്. ഒന്നാമത്തത് ഈ ആകാശവും അതിന്റെ ആ ഒരു നിറവും അതിന്റെ വിശാലതയും കാണുമ്പോൾ അത് അന്ന് സൃഷ്ടിച്ചു വെച്ചതാ. ടെൻഷൻ ഹൃദയത്തിലേക്കല്ലേ, ആ സൃഷ്ടിപ്പിൽ നിന്നുള്ള നൂറ് കിട്ടും, ടെൻഷന് പോയി പോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ ഹൃദയത്തിൽ വരുന്ന വസ്വാസ് അത് നീങ്ങിപ്പോകും. എന്ത് ചെയ്താൽ മതി? ആകാശത്തേക്ക് നോക്കിയാൽ മതി. എനിക്ക് എന്തൊക്കെ വരിക, എന്റെ ജീവിതം എന്താവുക, ഞാൻ എന്തായി പോകും, എന്റെ കുടുംബം എന്തായി പോകും, ഈ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടല്ലോ. ഈ ആകാശങ്ങൾ നോക്കുമ്പോ പടച്ചോനെ, തൂണില്ലാതെ ആകാശത്തെ എത്രയോ കാലായി നിയന്ത്രിക്കുന്ന അള്ളാഹുണ്ടോ എന്നെയും എന്റെ കുടുംബത്തെയും നോക്കാൻ വല്ല പണി? ആകാശത്തേക്ക് നോക്കിയിരിക്കി. ആ ഫോബിയകളൊക്കെ മനസ്സിന്ന് പോയി പോകും. മാത്രമല്ല, ആകാശങ്ങളെ കാണുമ്പോ പടച്ചോനെ ഉള്ളുണ്ട് ഒരു ഈ ആകാശമൊന്നും എന്റെ പടച്ചോ വെറുതെ പടച്ചവല്ലോ, എന്നെ മനസ്സിലാക്കാൻ പഠിച്ചതാണല്ലോ. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, അള്ളാഹുവിനോടുള്ള ബഹുമാനം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്താൽ മതി? ആകാശത്തിലേക്ക് നോക്കിയാൽ മതി. ഈ ആകാശത്തിന്റെ വെള്ളയും അതിന്റെ ആ ഒരു ഷൈനിങ് ഒക്കെ ഇങ്ങനെ കണ്ടാൽ ഹൃദയത്തിൽ വരുന്ന ദുഷിച്ച ചീഞ്ഞ ചിന്തകളുണ്ടല്ലോ, അതിനെയൊക്കെ നീക്കിക്കളയും. ഒരുപാട് രോഗങ്ങൾ വരെ നീങ്ങിപ്പോകും. ഒരു പഠനത്തിൽ കണ്ടു, ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പണ്ഡിതൻ, ഒരാധുനിക പണ്ഡിതൻ, നമ്മുടെ ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചവർ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോ അദ്ദേഹം എടുത്ത 2 പരിഹാരം, രാവിലെയും വൈകുന്നേരം പോയിട്ട് ഈ നെഞ്ഞുഭാഗത്തേക്ക് കാറ്റ് ഇങ്ങനെ ശരിക്ക് കാറ്റ്, അള്ളാഹുവിന്റെ കാറ്റ് ഇങ്ങനെ ആസ്വദിക്കും. പിന്നെ ഭക്ഷണം കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് തന്ന ഈ പ്രപഞ്ചത്തെ പരമാവധി ആസ്വദിക്കാൻ കഴിയണം. അത് കണ്ടാസ്വദിക്കണം. ആകാശത്തിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ വരും, എന്ത് നല്ല ആകാശല്ലേ, അതല്ല, അതിന്റെ ഒറിജിനലാണ് മേലെടുത്ത്. ഒന്ന് അങ്ങോട്ട് നോക്കൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിനൊരു സമാശ്വാസ ആകാശങ്ങനെ കാണുമ്പോ. ഹുബ്ബുള്ളവർക്ക് അതൊരു ഈനാസാണ്, ഒരു ഇണക്കം. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയുടെ ഖിബ്ലയുമാണ്. നമ്മൾ ദുആരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ തലയും കൈയും ഉയർന്നു പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയൊരു സംഗതിയാണ്, ഒരു ദിവസം 5 മിനിറ്റ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുക. ഗസാലി തങ്ങൾ പറയാണ് 10 നേട്ടങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.
അങ്ങനെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ ഓർമ്മകളിലൂടെ പോയാൽ ഖൈറും മിൻ ഇബാദത്തി സന, ഒരു വർഷം മുഴുവൻ പുണ്യമെടുക്കുന്നതിനേക്കാൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂലിയാണതിന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വഅക്സിറു തഫക്കുറ, നീക്കൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചിന്ത കൂട്ടിയിട്ട് പഠിച്ചവനെ ഇതൊക്കെ ശ്രദ്ധിച്ചു വെച്ച അള്ളാഹുവിനെ ഞാൻ മറന്നുപോയല്ലോ എന്ന കരച്ചിലും വർദ്ധിപ്പിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിശ്റുൽ ഹാഫി തങ്ങൾ പറയാണ്, ലൗ തഫക്കറന്നാസു ഫീ അളുമത്തില്ല, ഈ ആകാശം അങ്ങനെ നോക്കിയിട്ട് അള്ളാന്റെ വലിപ്പത്തെ പറ്റി മനുഷ്യന് ചിന്തിച്ചാൽ ലമാ അസൗഹു, അവര് തെറ്റന്നെ ചെയ്യൂല. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗല അന്ന ശയാതീന യഹൂമൂന അലാ ഖൽബി ബനി ആദം, മനുഷ്യന്റെ മനസ്സില് പിശാച് ഇങ്ങനെ റൗണ്ട് ചുറ്റുന്നില്ലായിരുന്നുവെങ്കിൽ ലനദറു ഇലാ മലകൂതിസ് സമാ ഇലാ മലകൂതിസ് സമാവാത്, ഈ ഭൂമിയിലിരുന്ന് അർശും കുർശൊക്കെ മനുഷ്യനെ കാണാൻ കഴിയും. അതിനെന്ത് വേണം? അള്ളാന്റെ അത്ഭുതങ്ങൾ നോക്കി അള്ളാനെ കണ്ടറിയാനും അള്ളാഹുവിനെ ബോധ്യപ്പെടാനും സാധിക്കണം. നമ്മൾ വലിയൊരു തടസ്സം ഞാൻ പറഞ്ഞു, ഒന്ന് ജദലാണ്, നമ്മൾ തർക്കിക്കണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിലാണ്, ഇതൊന്നും ആസ്വദിക്കാൻ സാധ്യമാകുന്നില്ല. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ കേൾക്കേണ്ട ഹദീസാണ്. നമ്മളിപ്പോ എടുത്തു നോക്കാനാ പറഞ്ഞത്, ആകാശത്തേക്ക്, ഭൂമിയിലേക്ക്, കടലിലേക്ക് അല്ലാഹുവിനെ ബോധ്യപ്പെടുമേ, മനസ്സ് നന്നാകുമേ. എന്നാൽ അല്ലാഹ് നോക്കരുതെന്ന് പറഞ്ഞതിലേക്ക് നോക്കിയാൽ അങ്ങാടിക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. അല്ലാഹ് കാണരുത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കണ്ടുപോയാൽ, അത് മൊബൈൽ ഫോണിലാണെങ്കിലും ശരി, ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതും ഇതൊക്കെ വരും. ചെറിയൊരു പിക്ചറാണ്, കണ്ടാൽ പിശാചിന്റെ വിഷം തേച്ച അമ്പാണ് നോട്ടം എന്നുള്ളത്. ആ ഒരു നോട്ടം മതി. അത് അമ്പാണല്ല പറഞ്ഞത്, പിശാചിന്റെ അമ്പാന്നല്ല പറഞ്ഞത്, വിഷം തേച്ച, വിഷം പുരട്ടിയ അമ്പായിരിക്കും. നോട്ടം നല്ലോണം സൂക്ഷിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ആകാശവും ഈ ഭൂമിയൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന്റെ പകരം നമ്മുടെ നോട്ടം കാര്യമായിട്ട് സ്ക്രീനിലേക്കാണ്, മൊബൈൽ ഫോണിലേക്കാണ്. ഇല്ല, നഷ്ടാണത്, വലിയ സങ്കടാണത്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ആത്മീയ ബോധം, ഒരു ആത്മജ്ഞാനന്റെ, ഒരു മഅരിഫത്തിന്റെ ആനന്ദം അത് കിട്ടൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഫമൻ തറഖഹാ മിൻ ഖൗഫില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് നോട്ടത്തെ കൺട്രോൾ ചെയ്താൽ അസാബഹു ഈമാന, അവൻക്ക് എങ്ങനെ ഈമാൻ കിട്ടുന്നു മാത്രമല്ല, യജിദ് ഹലാവത്തൻ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഒരു മധുരം കിട്ടും. നമ്മളിപ്പോ നിസ്കരിച്ചു, നിസ്കാരത്തിന് മധുരം കിട്ടണില്ലല്ലോ. ഖുർആൻ എഴുതുന്നുണ്ട്, മധുരം കിട്ടണില്ലല്ലോ. കാരണം നമ്മുടെ കണ്ണിലൊക്കെ മറ്റൊരു മോട്ട് ചിത്രങ്ങളാണ്. അങ്ങാടിയിൽ ഇറങ്ങിയാൽ, മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ, ടെലിവിഷൻ തുറന്നാൽ, ഇതൊക്കെ നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിച്ചാൽ അത് നേരെ ഹൃദയത്തിലേക്കാണ്. ഇബാദത്തിന്റെ ഒരു മധുരവും കിട്ടൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വലിയൊരു ഇബാദത്താണ് നോക്കാതെ ജീവിക്കുക. എന്റെ വല്യുപ്പണ്ടായിരുന്നു, എന്റെ ഉമ്മാന്റെ ഉപ്പ. എന്റെ ഉമ്മാക്ക് 3 മാസം ഉണ്ടാവുമ്പോ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ആത്മജ്ഞാനിയായിരുന്നു. കേൾക്കാറുണ്ട്, പകൽ സമയത്തും കൊട പിടിച്ചിട്ടാണ് നടക്കുക. കുട പിടിച്ചിട്ടാണ് നടക്കുക. എന്താ കാര്യം? അന്യ സ്ത്രീകളൊക്കെ വരുമ്പോ ഇങ്ങനെ താത്തിപ്പിടിക്കും. ഒന്നവര് തൃശ്ശൂർ, ഷൊർണൂർ ഭാഗത്താണ്. അയൽവാസികളും ഒക്കെ ഹൈന്ദവരായ സ്ത്രീകളും അങ്ങനത്തെ ഒരു സംസ്കാരമുള്ള നാടാണ്. കൊട പിടിച്ചിട്ടാണ് നടക്കാറ്. എന്തേ? ഇത് കണ്ടാൽ ഹൃദയത്തിലേക്കാണ്. എന്നാൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി, കടലിലേക്ക് നോക്കി, ഇതൊക്കെ നോക്കുമ്പോ കഅബയിലേക്ക് നോക്കല് സുന്നത്തല്ലേ. എമ്മാന്റെ മുഖത്തിലേക്ക് നോക്കണം. നല്ല നല്ല ആലിമീങ്ങൾ, വറഉള്ള അല്ലാഹുവിനെ അറിയുന്ന പണ്ഡിതന്മാർ, ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു
അതുപോലുള്ള മഹാന്മാരെ കൊണ്ട് മുഖത്ത് ഇങ്ങനെ നോക്കണം. ഇബാദത്താണ് ഈമാൻ കൂടും. നോട്ടം നന്മയിലേക്കാകുമ്പോ ഈമാൻ കൂടും, തിന്മയിലേക്കാകുമ്പോ അത് പിശാചിന്റെ ഒരു വിഷം തേച്ച അമ്പാണ്. അള്ളാഹു കാക്കട്ടെ. അമ്പ് നേരെ ഹൃദയത്തിലെ ഈമാൻ കടതറക്ക, ഒന്നിനൊരു ടേസ്റ്റ് കിട്ടൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിൽ ലയിക്കാനൊക്കെ അള്ളന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിപുലമായ മതപ്രഭാഷണ പരിപാടി നമ്മുടെ കുമ്മനസാദൊക്കെ വന്നു വരുന്ന ബുധനും വ്യാഴവും